പടം പിടുത്തം കൊള്ളാല്ലടാ. പിന്നെ കാമിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാത്ത ലെവൽ കാമിയോസ്. തിയേറ്റർ കത്തിച്ച്. എന്റെ പ്രതാപൻ സാറേ, ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ലിയോയുടെ ഇന്റർവെൽ പഞ്ച് വരുന്ന ഒരു സാധനം ഇന്റർവെൽ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മലയാളത്തിനൊരു മാർവൽ എങ്ങനെയാണോ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇട്ടിവെട്ട് സാധനം. ഉഗ്രൻ എന്ന് പറഞ്ഞ അത്യുഗ്രൻ. ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. സെറ്റ് പടം, തിയേറ്റർ മസ്റ്റ് വാച്ച്. ഓണം തൂക്കിയെന്ന് തന്നെ പറയാം. ഈ പടം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മൾ നിൽക്കണ്ട. അതിന്റെ ഹൈപ്പ് ഓർമ്മ മാറിയില്ല. പടം വേറെ ലെവല്. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ണു തള്ളിയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ സെക്കൻഡ് ഹാഫും ഗംഭീരം പറഞ്ഞ ഗംഭീര പടം. ഈ വർഷം ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. സമ്മതിച്ചു വന്നിരിക്കുന്നറിയാ, നിന്നെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. നമുക്ക് ഈ സെറ്റപ്പ് ഒന്ന് കൊഴിപ്പിച്ചെടുക്കണം. ഇങ്ങനത്തെ ഒരു സാധനം സ്റ്റഫ് കയ്യിൽ വെച്ചിട്ടാണ് ഓളി എന്നിട്ട് ഒരു രക്ഷയില്ല. വേറെ ലെവല്. മലയാള സിനിമയുടെ തലവര ദുൽഖർ സൽമാൻ മാറ്റി. ഈ കല എന്ന് പറയുന്ന ഒരു വല്ലാത്ത സാധനം തന്നെയാണ്. ഏത് തെണ്ടിയുടെ കയ്യിലാണ് അത് ഒളിച്ചിരിക്കുന്നത് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. ഒന്നും പറയല്ലേ, നിങ്ങൾ പോയി കാണണം. എല്ലാരും കാണണം. ഈ സൂപ്പർ ഹീറോ സബ്ജക്ട് പറഞ്ഞാൽ എല്ലാരും ഇത് കട വെച്ചിട്ട് ഒരാളെ കാണിക്കും. അയാളെ കാണിക്കുന്നത് തൊട്ട് പടം പിന്നെ ഒരു കയറാം. അടിപൊളി, നല്ല മേക്കിംഗ് ആയിരുന്നു. അത് നമുക്ക് പ്രതീക്ഷിക്കാത്ത കുറെ ക്യാമിയോസും വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹൈ ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ പോണേ. ട്രെയിലറൊക്കെ വന്നപ്പോൾ ഒരു സ്ക്രിപ്റ്റ് അത്ര ഒരു ആവശ്യത്തിനുണ്ടാവില്ലെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ഒരു അത്യാവശ്യത്തിനൊരു കോമഡി സീൻസ് കുറച്ച്, പിന്നെ സിനിമാറ്റോഗ്രഫി മേക്കിംഗ് ഒക്കെ അടിപൊളി. ഒരു 5-6 ഏലസും കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും, അത്രയ്ക്ക് ബുദ്ധിയാ. ഓണം ലോക തൂക്കി. ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. മസ്റ്റ് വാച്ച് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും നല്ല ക്രിയേറ്റീവ് ഐഡിയ. എല്ലാവരും ഞെട്ടിപ്പോയി. എന്ത് നാച്ചുറൽ ആക്ടിങ്. പറഞ്ഞു വന്നപ്പോ പറയുന്നൊക്കെ സത്യം. ഈ കഥാപാത്രമായിട്ട് ജീവിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ല. വേറൊരു പടത്തിന് പോണ്ട ഫസ്റ്റ് ലോകം തന്നെ കണ്ടോ. ലോകം മിസ്സാക്കരുത്, ആരും ലോകം മിസ്സാക്കരുത്. അത് ലോഡാവാൻ ഇച്ചിരി പാടാ സാറേ. അത് ഇച്ചിരി ഹെവി ആയിട്ടും MB GB ഒക്കെ ഇച്ചിരി കൂടുതലാണ്. പക്ഷേ ഇത് വേറെ ലെവലാണ് പരിപാടി, ഒന്നും നോക്കണ്ട. ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആയി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്, ആരും സ്പോയിൽ ചെയ്യാതിരുന്ന അതി കിട്ടില്ല പടമാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ മൂവി, ഒരു രക്ഷയില്ല. ഫസ്റ്റ് പടം തുടങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു ഇംഗ്ലീഷ് മൂവി കാണുന്ന മാതിരി മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു. നമ്മൾ ഒരു വരവിടെ വരേണ്ടി വരും.